മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേജ് ലേഔട്ടിലെ കോളംസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. കോളം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് മെനു എടുക്കാം. പേജ് ലേഔട്ട് മെനുവിൽ കോളംസ് എടുക്കാം. കോളംസിൽ എത്ര കോളാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കോളംസ് എടുക്കുമ്പോൾ 1 2 3 ലെഫ്റ്റ് റൈറ്റ് മോർ കോളംസ് എന്നൊക്കെ കാണാം. അതിൽ നമ്മൾ 2 കൊടുത്തു. അപ്പോൾ നമ്മുടെ പേജ് 2 കോളായിട്ട് മാറി. ഇനി നമുക്ക് 3 എണ്ണം വേണമെങ്കിൽ 3 കൊടുക്കാം. അപ്പോൾ 3 കോളായിട്ട് മാറി. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് വേണമെങ്കിൽ റൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. റൈറ്റിലാവുമ്പോൾ റൈറ്റ് പോർഷൻ ചെറുതായിട്ട് വരും. ഇതിൽ തന്നെ നമുക്ക് മോർ കോളംസ് ഓപ്ഷൻ വരുന്നുണ്ട്. മോർ കോളംസ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമുക്ക് നമ്പർ ഓഫ് കോളംസ് എത്രയാണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ഏതാണ് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, 3 ആണെങ്കിൽ 3, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. ലൈൻസ് ബിറ്റ്വീൻ കൊടുക്കണമെങ്കിൽ ഓൺ ആക്കിയിട്ടാൽ കോളത്തിന് സെപ്പറേറ്റ് ചെയ്ത് ഒരു ലൈൻ വരും. സ്പേസിങ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ കോളം എത്ര സെന്റിമീറ്റർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനനുസരിച്ച് ഫസ്റ്റ് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സ്പേസിങ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചിടാം. ഇപ്പം ഞാനിവിടെ 2 സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കോളം എത്ര സെന്റിമീറ്റർ വേണമെങ്കിൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. 10 സെന്റിമീറ്റർ ആണ്. കുറച്ചെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അത് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പം നമ്മുടെ കോളം നമ്മൾ കൊടുത്ത സെറ്റിങ്സുമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കോളംസിൽ തന്നെ പോയിട്ട് 1 കൊടുത്തു. അപ്പോൾ 1 കോളായി. ഇനി നമുക്ക് സെലക്ട് ചെയ്ത പോർഷനെ മാത്രം കോളായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് കോളത്തിൽ പോയിട്ട് 2 കൊടുക്കാം. അപ്പോൾ അതാ ആ പോർഷൻ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം 2 കോളായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളതൊക്കെ സിംഗിൾ കോളായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇത് നമുക്ക് കോളത്തിൽ മോർ കോളംസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. മോർ കോളംസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ടു സെലക്റ്റഡ് സെക്ഷൻ ഓൺ ആക്കിയിടാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെക്ഷൻ മാത്രം എത്ര കോളാണ് വേണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്പർ ഓഫ് കോളംസ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ടു സെലക്റ്റഡ് സെക്ഷൻ കൊടുക്കുക. ഞാനിപ്പോൾ നമ്പർ ഓഫ് കോളംസ് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം 3 കോളായിട്ട് വന്നു. ബാക്കി പോർഷൻ സിംഗിൾ കോളായിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.